ഹായ് ഹലോ അസ്സാമു അലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പം ഇന്ന് വന്നിട്ട് മൺഡേ ആണ്. എനിക്ക് നോമ്പ് 9. അപ്പം ഇന്ന് ഞാനൊരു കംപ്ലീറ്റ് ഫുൾ ഡേ വ്ളോഗ് എടുക്കാമെന്ന് വിചാരിച്ച്. അപ്പം ഇപ്പം സമയം വെളുപ്പിന് 4 മണിയാണ്. ഞങ്ങൾ അത്താഴത്തിന് എണീച്ച് പുട്ടിന് വേണ്ടിയിട്ട് ഇൻസെറ്റ് ആക്കണം. മുട്ട ഞാൻ അവിക്കാൻ ഓൾറെഡി വെച്ചേട്ടോ. അപ്പം ഇന്ന് കുറച്ച് ഗസ്റ്റ് ഉണ്ട് ഞങ്ങൾക്ക്. കുറച്ച് ഈ കട കൂടെ വർക്ക് ചെയ്യുന്നവരാണ്. അപ്പം ഇന്ന് അത് മാത്രമല്ല, ഇന്നൊക്കെ ഓഫീസിലുള്ള ദിവസവും കൂടാണ്. അപ്പം എനിക്ക് അത്യാവശ്യം നല്ല ജോലിയുണ്ട്. പിന്നെ ഇത് ഇത്തിരി വ്യത്യാസമാണല്ലോ, എന്ന് ഞങ്ങൾ മാത്രമല്ലേ ഉള്ളൂ. അപ്പം കുറച്ചേരല്ലേ അപ്പം ഞാൻ വിചാരിച്ചിട്ട് കംപ്ലീറ്റ് വ്ളോഗ് എടുക്കാമെന്ന്. പിന്നെ കൊണ്ട് പറ്റുന്ന അത്രയും മാക്സിമം ഞാൻ കവർ ചെയ്യും. ഒന്നാമത് ഇക്കാർക്കൊന്ന് ഓഫീസ് കൊണ്ട് രാവിലെ പോവും. പിന്നെ ഞാനും മോളും മാത്രമാണ്. എത്രമാത്രം ഇന്നൊരു എന്തുവാണ്, ഞാനവിടെ കൂടെ ഒരു അടി പിടിച്ചൊരു ദിവസമായിരിക്കും. എത്രമാത്രം എന്നെ കൊണ്ടില്ല പറ്റുമെന്ന് എനിക്കറിയത്തില്ല. ബട്ട് ശ്രമിക്കാം. അപ്പം ഇന്നിപ്പം നമുക്ക് ഫുഡ് അടിക്കാനുള്ള കാര്യങ്ങൾ നോക്കാം. കമോൺ. രാവിലെ തന്നെ ഞാൻ ചിക്കൻ എടുത്ത് ഫ്രിഡ്ജിൽ നിന്ന് ഇന്നലെ രാത്രിയൊക്കെ പോയി ചിക്കൻ മേടിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു. രാത്രിയിലെ ഒരു സന്ധ്യ സമയത്ത് പോയിട്ട്. അപ്പോൾ കട്ട്ലറ്റ് ഞങ്ങളുടെ ഫുൾ കംപ്ലീറ്റ് കഴിഞ്ഞല്ലോ. അപ്പോൾ ഞാൻ കട്ട്ലറ്റിന് വേണ്ടിയിട്ടും കറിക്ക് വേണ്ടിയിട്ടൊക്കെ അങ്ങനെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അതിപ്പോൾ രാവിലെ ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. കാരണം ഒറ്റയടിക്ക് എല്ലാം കൂടി ജോലി ആകുമ്പോൾ ഞാൻ ഒറ്റയ്ക്കും കൂടി ആകുമ്പോൾ എന്നെ കൂടെ താങ്ങത്തില്ല, പറ്റത്തില്ല. അപ്പം പറ്റുന്ന ഒന്ന് ഓരോന്ന് ഒതുക്കി വെക്കാമെന്ന് വിചാരിച്ചപ്പോൾ ഞാൻ ചിക്കൻ ഇപ്പോഴെടുത്ത് വെളിയിൽ വെച്ചിട്ടുണ്ട്. ഇനിയിപ്പം നമുക്ക് അരിപ്പുട്ടുണ്ടാക്കാം ഗൈസ്. സാധാരണ ഞാൻ മിക്സിയിൽ അടിക്കാനാണ് പതിവ്. ഉമ്മ തന്ന പറഞ്ഞു തന്ന ടിപ്പാണത്. പക്ഷെ ഇന്നലെ ഞാൻ കൈ കൊണ്ടാന്ന് നനച്ചേ. പിന്നെ അതുപോലെ തന്നെ പാല് ഞാൻ 2 ദിവസത്തിൽ ഒരു ദിവസം ഞങ്ങളിവിടെ 1/2 ലിറ്റർ പാലേ പറഞ്ഞിട്ടുള്ളേ. അപ്പം നോമ്പ് സമയത്ത് പാലിന് ഇവിടെ ചിലവ് കൂടുതലായിരിക്കും. അപ്പം 2 ദിവസത്തിൽ ഒരു ദിവസം കവറ് പാല് പുറത്തുനിന്ന് മേടിക്കുന്നതാ. ഇന്ന് സത്യം പറഞ്ഞാൽ വിട്ടുപോയതല്ല, ഇക്കാലത്ത് പറഞ്ഞതാ. ചിക്ക വിട്ടുപോയി. ഇക്കാലത്ത് പറഞ്ഞാലും ഇടയ്ക്ക് ഒന്നും കൂടെ ഓർമ്മിപ്പിക്കണം. ഞാനും അത് വിട്ടുപോയിട്ടുണ്ടായിരുന്നു. രണ്ടൊരു ഇത് വിട്ടുപോയി. ഒരുപാട് പേരില്ലേ ഈ തേങ്ങ ഇങ്ങനെ ലെയറായിട്ട് പുട്ടുകുറ്റിയിലിടുമ്പോൾ ലെയറായിട്ട് ഇടുവേ. ഞാൻ പുട്ടിൻ്റെ മാവിൽ കൂടെ അങ്ങ് ജസ്റ്റ് മിക്സ് ചെയ്യത്തേ ഉള്ളൂ. എങ്ങനെയാണെങ്കിലും മാവ് തേങ്ങ പുട്ടിലുണ്ടായിരുന്നാൽ പോരെ. നമ്മുടെ ഇവിടെ പുട്ടും മാവും എന്തുവാ ഉറക്കപ്പാച്ചാണ് ഗൈസ്. തേങ്ങായും മാവൊക്കെ മിക്സാണ്. ഇക്കട അവിടെ ലെയറാണ്. ഇക്കട മമ്മി ഇങ്ങനെ ലെയറാണ്. തേങ്ങ പുട്ട് തേങ്ങ മാവ് തേങ്ങ അന്തമാതിരി. കറക്റ്റ് ഒരു കുറ്റി പുട്ടിനുള്ള മാവ് ഇപ്പം കറക്റ്റ് ഞാൻ എടുക്കുമ്പോൾ കറക്റ്റ് ഒരു കുറ്റി പുട്ടിനുള്ള മാവേ കിട്ടാറുള്ളൂ. മിക്ക ദിവസവും കാലും അരയൊക്കെ കഴിക്കാറുള്ളൂ. പിന്നെ അത് ഞാൻ കഴിക്കുമായിരിക്കും. ഇല്ലാന്നുണ്ടെങ്കിൽ മോക്ക് രാവിലെ പുട്ടങ്ങ് കൊടുക്കും, പഴമോ എന്തെങ്കിലുമൊക്കെ ചേർത്തിട്ട്. ആൾക്ക് പക്ഷെ കറി വേണം. രാവിലെ എന്ത് കൊടുത്താലും അപ്പം ചോദിക്കും കൈ. അതുകൊണ്ട് അവൾക്ക് എന്തെങ്കിലും കറി ഇക്കാക്ക് പോലെ കരുതാറുണ്ട്. ഇന്നലെയും കറിയൊന്നും ഇല്ലായിരുന്നു. ഇന്നിനിപ്പോൾ പയറപ്പുങ്ങിയതേ ഉള്ളൂ. ഇനി കറി ചോദിക്കുമ്പോൾ ഞാൻ എന്ത് കൊടുക്കുമോ എന്തോ. മാറ്റും കേട്ടോ. രാവിലെ എന്നിട്ട് ഒന്നും കൂടി അവൾക്ക് തിളപ്പിച്ചേ കൊടുക്കത്തുള്ളൂ. മോക്ക് അങ്ങനെ ഡെയിലി ഞാൻ പാല് കൊടുക്കാറില്ല. ഞാൻ ഡെയിലി പാല് കൊടുക്കാറില്ല. ഒരു ദിവസം ഗ്യാപ്പിട്ടോ 2 ദിവസം ഗ്യാപ്പിട്ടൊക്കെ പാല് കൊടുക്കാറുള്ളൂ. ഇപ്പൊ ഞങ്ങൾ നോമ്പായതിനു ശേഷം ഡെയിലി കൊടുക്കും കേട്ടോ. അപ്പൊ പിന്നെ എന്ന് വെച്ചാൽ അവള് ഞങ്ങളെ കൂടെ ഇരുന്ന് ഫുഡ് കഴിക്കുമ്പോ പിന്നെ കഴിക്കാനേ മടിയാണെങ്കിലും 1 പിടി 2 പിടിയെങ്കിലും വായിൽ പോകും. അപ്പം അവള് മാത്രം ആയപ്പോഴത്തേക്കും കൊച്ചിനൊരു ഇതാണ്, ഇതെന്ത് ഞാൻ മാത്രം കഴിക്കുന്നുള്ളൊരിതാണ്. അതുകൊണ്ട് ഭയങ്കര ടാസ്ക്കാണ്. അതുകൊണ്ട് പിന്നെ ഞാൻ പാല് കൊടുക്കാറുണ്ട്. ഉമ്മായൊക്കെ ഞങ്ങളുടെ പിറകെ വെള്ളം കുടി, പാല് കുടി, കഞ്ഞി കുടി എന്നൊക്കെ പറഞ്ഞ് നടക്കുമെന്ന്. അത് ഞാൻ പറഞ്ഞ കാര്യമായിട്ടാ. പക്ഷെ അന്ന് ഉമ്മാടെ ആ ഒരു ഇതെനിക്ക് മനസ്സിലായി. പക്ഷെ ഇപ്പൊ എനിക്ക് നല്ലോണം മനസ്സിലാവുന്നുണ്ട്. എൻ്റെ കെട്ടിയവൻ നോമ്പ് തുറന്നിക്കുന്ന ടൈമിൽ ജ്യൂസ് കുടിക്കും. പിന്നെ ഈ മനുഷ്യൻ വെള്ളം എന്ന് പറഞ്ഞൊരു സാധനം കുടിച്ച് ഞാൻ കാണത്തൂല്ല. എന്നാൽ പിറകെ കൊണ്ടിടന്നേക്കാൾക്ക് ദേഷ്യമോ. എനിക്കറിയാമല്ലോ കുടിക്കാൻ. ഞാൻ എന്തോ കൊച്ചു കുഞ്ഞാന്നാ ചോദിക്കുന്നത്. അത് ഈ അത്താഴത്തെ സമയത്തും അങ്ങനെ തന്നെ. ചായയും കുടിച്ച് എല്ലാം കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ പോയി ഒരൊറ്റ കിടത്തവാ. ഞാൻ പിറകെ ചെന്നാൽ പോലും ഒരു
കുടിക്കുമില്ല, പേരിന് വേണ്ടി ആർക്കോ വെള്ളം ഒരു തുള്ളി കുടിക്കുന്നതല്ലാണ്ട് ഈ മനുഷ്യൻ കുടിക്കത്തില്ല. അപ്പൊ ഞാൻ ഇങ്ങനെ ആലോചിക്കും, പഠിച്ചോനെ ഉമ്മയൊക്കെ എന്തോരം പിറകെയാണത്. അപ്പൊ നമുക്ക് ഉമ്മാടത്തെ ഒരു ഇതാണ്. ഇപ്പൊ ഇങ്ങനെ ഇപ്പൊ ഞാൻ വെള്ളം കൊണ്ട് പിറകെ പോകുമ്പോഴത്തേക്ക് പറയുമ്പോ ഞാൻ ആലോചിക്കുകയോ, നമുക്കിങ്ങനെ നമ്മളിങ്ങനെ കണക്ട് ആവും നമുക്ക് അതും ഇതൊക്കെ ആയിട്ട്. ഇക്കാക്ക് വെള്ളം കുടിക്കാൻ ഭയങ്കര പാടാന്നേ, പറഞ്ഞാൽ കേൾക്കത്തില്ല. നമുക്ക് കട്ട്ലറ്റിന്റെ ചിക്കൻ ഒന്ന് ഐസ് വിടാൻ വെക്കാം. ഞാൻ എപ്പോഴും നോമ്പ് സമയത്താണ് കൂടുതലും ഞാൻ കട്ട്ലറ്റ് ആക്കുന്നത്. അല്ലാത്ത ടൈമിൽ ഞാൻ കട്ട്ലറ്റ് അങ്ങനെ ആക്കാറില്ല, മടിച്ചാണ് കേസ് ഞാൻ. അപ്പൊ ഞാൻ കട്ട്ലറ്റിനുള്ള ചിക്കനും അവസാനം ഫ്രീസറിൽ ഇപ്പൊ സ്ഥലമില്ലാണ്ടായിപ്പോയി. ഞാൻ ഇന്നലെ കുറച്ച് ചിക്കൻ മേടിച്ചു വെച്ചപ്പോൾ ഇനി പൊരിക്കാനുള്ള ചിക്കൻ ഞാൻ ഓൾറെഡി മസാല ഇന്നലെ തന്നെ ആ ഒരു ടൈമിൽ തന്നെ മസാല തേച്ച് വെച്ചിട്ടുണ്ട്. അപ്പൊ അത് ആ സമയത്തെടുത്ത് ജസ്റ്റ് പൊരിച്ചാൽ മാത്രം മതി. ഇപ്പൊ ഫ്രീസറിന് ഞാൻ അടുത്ത് താഴെ വെച്ചിട്ടുണ്ട്, അതും ഭയങ്കരമായിട്ട് ഐസായി പോയി. അതുകൊണ്ട് ഞാൻ ഫ്രീസറിന് അടുത്ത് താഴെ വെച്ചിട്ടുണ്ട്. അപ്പൊ ഇത് രണ്ടും ഇപ്പൊ ഞാനൊന്ന് സെറ്റാക്കി കഴിഞ്ഞാലേ കറിയും കട്ട്ലറ്റിന്റെ കാര്യങ്ങൾ, ആ സ്റ്റഫും കാര്യങ്ങളൊന്നും, സോറി സ്റ്റഫല്ലല്ലോ, ആ ഒരു കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റാക്കി കഴിഞ്ഞാൽ പിന്നെ എനിക്ക് വലിയ ഒരു ടാസ്ക് ഇല്ല. ഞാൻ വിചാരിക്കുന്നത് നെയ്ച്ചോറാക്കാന്നാണ്. ആദ്യം ഞാൻ വിചാരിച്ച് അരിപ്പത്തിരി ചിക്കൻ കറിയും ചിക്കൻ ഫ്രൈയും അപ്പൊ ടാസ്ക്കാണ്. പിന്നെ ഞാൻ വിചാരിച്ച് ഇടിയപ്പം ആക്കാന്ന്, അതും പിഴിയാൻ ടാസ്ക്കാണ്. പിന്നെ ഇക്കായുമില്ലല്ലോ, ഇക്കാണെങ്കിൽ ഇക്ക ഇങ്ങനെ പിഴിഞ്ഞ് ഹെൽപ്പ് ചെയ്യുമല്ലോ. പിന്നെ തന്നെ നിങ്ങൾ എന്താ പറയുന്നേ അത്. അപ്പം ഞാൻ പിന്നെ വിചാരിച്ച് നെയ്ച്ചോറ്, അതാവുമ്പം മോളെ വെച്ചോണ്ട് വലിയ ടാസ്ക് ഇല്ലാത്ത പരിപാടി ആയിരിക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. എന്താവും നമുക്ക് കണ്ടറിയാം. ഇതിപ്പോ നമ്മളെ പുട്ടായിട്ടുണ്ട് ഗൈസ്, നമുക്ക് പുട്ട് തിന്നാൻ പോയി. എത്ര വേണം? ഇവിടെ ഇരുന്ന് ഓർഡർ ഇടുക. എനിക്കും പുട്ട്, കുറച്ച് ദിവസം കൊണ്ട് ഞാനും പുട്ട് തന്നെ. പുട്ടും പഴവും മുട്ട പുഴുങ്ങിയതുകൊണ്ട് ഗൈസ്. ഇനി ഞങ്ങൾ കഴിച്ചിട്ട് ബാക്കി എടുക്കുമ്പോ ഞാൻ വരാം. ഇതൊക്കെ കഴിച്ച് ഞാൻ വിചാരിച്ച ഗ്യാസ് ഒന്ന് വൃത്തിയാക്കാം. എന്തോ തിളച്ച് വീണതാ. ഇത് കട്ട്ലറ്റിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ സെറ്റാക്കാം. എൻ്റെ കുക്കറിന് ഇപ്പൊ പണി കിട്ടിയിരിക്കുക. കുക്കറിന്റെ ബെൽറ്റ് പോയിരിക്കുക. കുറച്ച് ദിവസമായി മാറ്റി പോയി മേടിക്കണോന്ന് വിചാരിച്ചിട്ട്. നമ്മുടെ വീട്ടിലെ ഈ അടുത്ത് അങ്ങനെ കംപ്ലൈന്റ് ആയി. വാപ്പ മേടിച്ചപ്പോൾ അത് കറക്റ്റ് ആയില്ല. അപ്പൊ ഉമ്മ അറിഞ്ഞ്, എടി അത് അതിന്റെ കുക്കറിന്റെ ആ ഒരു എന്തുവാ അടപ്പില്ലേ, മൂടി, അതും കൂടെ കൊണ്ടുപോയിട്ട് മേടിക്കുക. അവിടെ തന്നെ ഇപ്പൊ കറക്റ്റ് ആവാത്തോണ്ട് ഉമ്മ എൻ്റെ കയ്യിലുള്ള കുക്കറില്ലേ രണ്ടിനും മൂടി സെയിമാ. അതായത് നമ്മളിങ്ങനെ പെയറായിട്ട് ഒരുമിച്ച് വാങ്ങൂലേ, അങ്ങനെ ഒരുമിച്ച് വാങ്ങിയപ്പോൾ മൂടി സെയിം ആണ്. അതുകൊണ്ടാണ് ടാസ്ക്. അവിടെ പിന്നെ അങ്ങനത്തെ വലിയ ടാസ്ക് ഇല്ല. അതുകൊണ്ട് ഇനിയിപ്പോൾ അതിന് പോകണം. വിട്ടുപോയതാണ്, എല്ലാം വിട്ടുപോകല. അങ്ങനല്ല, ഞാൻ ഇത് ഓർത്തായിരിക്കും വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത്. പക്ഷെ ഈ ഒരു കാര്യം ഫസ്റ്റ് മെയിൻ ഇമ്പോർട്ടൻറ്റ് കാര്യം ഇതാണെന്നും പറഞ്ഞ് ഇറങ്ങും. ആ കാര്യം തന്നെ ഞാൻ മറന്നു പോവുകയും ചെയ്യും. ഞാനാണേലും ഞാൻ മറന്നു പോയിരിക്കും, ഇക്കാലത്ത് പറയും. ഇക്കാടിപൊളിയാണ്, എന്നെയൊന്നും കാട്ടി ഓർമ്മയുള്ളതുകൊണ്ട് ഇക്കായി മറന്നു പോകും. ഞങ്ങൾ രണ്ടുപേരും കണക്കാ കാര്യത്തിൽ. എൻ്റെ അടുത്ത് ചില കാര്യം പറഞ്ഞിട്ട് റെഡി എന്നെ ഓർമ്മിപ്പിക്കണേന്ന് പറയുവേ, ഞാൻ വിട്ടു. ഞാൻ പറഞ്ഞില്ലേ എൻ്റെ കുക്കർ വിഷയമാണെന്ന്. അല്ലെങ്കിൽ ഞാൻ മറ്റേ തൊലിയോട് കൂടിയിട്ട് രണ്ടോ മൂന്നോ വിസിൽ കേൾക്കുമ്പോഴത്തേനും ആ തൊലി ഇങ്ങനെ നമുക്കിങ്ങനെ ഇളക്കുമ്പോഴത്തേക്ക് ഇങ്ങനെ ഉരിഞ്ഞു വരും. പക്ഷേ ഇപ്പൊ കുക്കർ വിഷയമായതുകൊണ്ട് അങ്ങനെ പറ്റത്തില്ല. സോ അതുകൊണ്ട് ഞാനിപ്പോ തൊലി ചെത്തി എടുത്തിട്ടാണ് ഇടുന്നത്. ഇത് നന്നായിട്ട് വേവിച്ചെടുക്കാം. ഞാൻ ഈ ഉരുളൻകിഴങ്ങിന്റെ കൂടെ കട്ട്ലറ്റ് ആക്കുമ്പോൾ എപ്പോഴും കുറച്ച് വെളുത്തുള്ളിയും ഇഞ്ചിയും മല്ലിയിലയും പിന്നെന്തുവാണ് കറിവേപ്പിലയും പിന്നെ മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും ഉപ്പും. ഇത് തെറ്റുപറ്റി. ഉരുളൻകിഴങ്ങ് വേവിക്കുമ്പോഴല്ല, ചിക്കൻ വേവിക്കുമ്പോഴാണ് ഞാൻ മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ഇഞ്ചി, വെളുത്തുള്ളി, മല്ലിയില, കറിവേപ്പിലയൊക്കെ ഇടുന്നത് കേട്ടാ. ഉരുളൻകിഴങ്ങ് അല്ലാതെ സ്വയം ഒന്ന് ഉപ്പിടും, വേറൊന്നും ആഡ് ചെയ്യത്തില്ല. നമുക്ക് കട്ട്ലറ്റിന് ചിക്കൻ സെറ്റാക്കി എടുക്കാം. ഓൾറെഡി ഞാൻ ഇന്നലെ വന്നപ്പോഴേ എല്ലാത്തിനുമുള്ള ചിക്കൻ അതത് ചിക്കൻ വൃത്തിയാക്കിയാണ് വെച്ചത്. കറിക്കുള്ളത് വേറെ, കട്ട്ലറ്റിന് വേറെ, ഫ്രൈക്കുള്ള മസാലയും ചേർത്ത് വെച്ച്. അതുകൊണ്ട് തന്നെ എനിക്ക് വലിയ വൃത്തിയാക്കൽ പണിയില്ല. എന്നാലും നമ്മളൊരു വഴിക്ക് പോവില്ലേ. ഉരുളൻകിഴങ്ങുടെ വേവാൻ വെച്ചു ഗൈസ്. അപ്പൊ നമുക്കിനി നമ്മുടെ കട്ട്ലറ്റിനുള്ള ചിക്കൻ വേവാൻ വെക്കാം.
ഉരുളൻകിഴങ്ങ് സാധാരണ ഉരുളൻകിഴങ്ങ് നേരത്തെ പറഞ്ഞ പോലെയാണ് ചെയ്യാറ്. ഇതിപ്പം ഓപ്ഷൻ ഇല്ലാത്തത് കൊണ്ട് നമുക്ക് അങ്ങനെ വയ്ക്കാം. കുറച്ച് ഇഞ്ചി, കുറച്ച് വെളുത്തുള്ളി വേവിക്കാൻ വെച്ചു. അപ്പോഴത്തേക്കും നമ്മുടെ ഉരുളൻകിഴങ്ങ് കൂടെ തിളച്ചു. ഇനി നമുക്ക് ചിക്കൻ കറിക്ക് വേണ്ടിയിട്ടുള്ള സവോളയും തക്കാളിയും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സെറ്റാക്കി എടുക്കാം. നമുക്കിനി കറിക്ക് വേണ്ടിയിട്ടുള്ള സവാള അരിയാൻ ഗൈസ്. മുമ്പ് എൻ്റെ കൊച്ചിലേന്നല്ല, എൻ്റെ ഒരു സമയം വരെ ഈ വീട്ടിൽ ഉള്ളിയരിയൽ സവാള അരിയലൊക്കെ ഞാനാണല്ലോ. അന്നൊന്നും എനിക്ക് കണ്ണങ്ങനെ നിങ്ങർത്തില്ലായിരുന്നു. ഞാൻ എത്ര സവാള വേണമെങ്കിലും അരിയുമായിരുന്നു. ഞാനിരുന്ന് അരിയുമ്പോൾ എൻ്റെ ഒക്കെ ഉമ്മായായിരിക്കും കരയുന്നത്. എന്ന് വെച്ചാൽ അവരുടെ കണ്ണ് നീറിയാലും എൻ്റെ കണ്ണ് നീറത്തില്ലായിരുന്നേ. പക്ഷെ ഇപ്പൊ കുറച്ചു കാലം കൊണ്ട് ടാസ്ക്കാണ്. അപ്പൊ ഞാനിങ്ങനെ ഉള്ളിയൊക്കെ അടുത്ത് കൊണ്ട് വെച്ച് അരിയുമ്പോ ഇക്കാറ് അല്ലാതെ നീ ഒന്ന് എണീച്ച് പോവോ എന്നെ കരയിപ്പിക്കാനായിട്ട് പറഞ്ഞ് ഇക്ക എന്നെ ഓടിക്കുമായിരുന്നു. എന്നാലും ഞാൻ അവൻ്റെ അടുത്ത് വരുന്നുണ്ട് അരിയായിരുന്നു. ഉറങ്ങാൻ ഞാൻ പറഞ്ഞ മുതലാണ്, പറഞ്ഞു വിട്ടതല്ല, പറഞ്ഞിട്ട് പോയില്ല. അപ്പൊ പിന്നെ എന്തായാലും ഹെൽപ്പ് ചെയ്യാൻ വന്നില്ല, കുറച്ച് ഉള്ളി തൊലിക്കാൻ കൊടുക്കാന്ന് വിചാരിച്ച്. അങ്ങനെ ഇക്ക ഇവിടെ ഇരുന്ന് വെളുത്തുള്ളി തൊലിക്കുവാണ് ഗൈസ്. എൻ്റെ ഉരുളൻകിഴങ്ങ് ഇവിടെ വേവുന്നുണ്ട്, ചിക്കൻ ഇവിടെ വേവുന്നുണ്ട്. കറിക്ക് വേണ്ടിയിട്ടുള്ള ചിക്കൻ ഞാൻ കുറച്ച് മസാല ഇവിടെ പുരട്ടി. ഫോണിൽ ചാർജ് ഇല്ലായിരുന്നു ഗൈസ്, അതുകൊണ്ട് കുറേ കാര്യങ്ങൾ മിസ്സായി. ഞാനിപ്പം കട്ട്ലറ്റിൻ്റെ ഉള്ള എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ കട്ട്ലറ്റ് ഞാൻ ഷേപ്പാക്കി വെക്കണം. പിന്നെ കറിക്ക് വേണ്ടിയിട്ടുള്ള ചിക്കൻ ഫ്രൈ ചെയ്യാൻ വെച്ചിട്ടുണ്ട്. കറിയും കട്ട്ലറ്റിൻ്റെ കാര്യം ഞാൻ ഇപ്പം ചെയ്യുന്നുള്ളൂ. ബാക്കിയൊക്കെ ഉച്ചയ്ക്ക് ശേഷം ഞാൻ കിച്ചണിൽ കയറുന്നതേ ഉള്ളൂ. കാരണം കട്ട്ലറ്റിൻ്റെ ഇപ്പം എനിക്ക് ഉണ്ടായിരുന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല. പക്ഷെ കട്ട്ലറ്റ് ഇല്ലാത്തത് കൊണ്ട് തന്നെ ഓഫീസിലും പോയാൽ മോളുടെ കാര്യം എല്ലാം കൂടി ചിലപ്പോൾ ടാസ്ക് ആണെന്ന് പറഞ്ഞാൽ ഇപ്പോഴും എനിക്ക് ഉറക്കം വന്നില്ല. അപ്പം ഞാൻ ചെയ്യാമെന്ന് വിചാരിച്ചതാണ്. അപ്പം ഇനിയിപ്പം നമുക്ക് ഷേപ്പാക്കാം ഗൈസ്. ഞാനില്ലേ ഫുഡിൻ്റെ ഓരോ കാര്യങ്ങളും ട്രൈ ചെയ്യുന്നത് കല്യാണത്തിന് മുന്നേ അത്യാവശ്യം എനിക്ക് അറിയാമായിരുന്നു. പക്ഷെ ഭയങ്കര കിടിലൊന്നും അല്ലായിരുന്നു. പിന്നെ വാപ്പാക്കെല്ലാം ഉമ്മ തന്നെ, വാപ്പാക്ക് ഉമ്മ വെച്ചാലേ ഒരു തൃപ്തി കാണത്തുള്ളൂ. സോ അതുകൊണ്ട് തന്നെ കുക്കിംഗ് എല്ലാം ഉമ്മയാണ് വീട്ടിൽ ചെയ്യുന്നത്. അപ്പൊ ഞാൻ അങ്ങനെ അടുക്കളയിൽ ഹെൽപ്പ് ചെയ്യാൻ കയറി. പറഞ്ഞനക്കും പെരുന്നാളൊക്കെ ആകുമ്പോൾ എൻ്റെ ഉമ്മ അല്ലേ എല്ലാവർക്കും കൊടുക്കാനായിട്ട് ഒരു കുന്ന് അരിപ്പത്തിരി, ഒരു കുന്ന്, ഉമ്മ പണ്ട് പൊറോട്ട ആക്കുമായിരുന്നു, ഉമ്മ തന്നെ ആക്കുമായിരുന്നു. എന്നതുപോലെ എൻ്റെ ഇക്കാക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു പൊറോട്ട. അപ്പൊ ഒരു കുന്ന് പൊറോട്ട, ഒരു കുന്ന് അരിപ്പത്തിരി, ഇടിയപ്പം, പാലാട, ഇതൊക്കെ ഇങ്ങനെ ഓരോ കാസറോളിലാക്കി ആക്കി വെക്കുമായിരുന്നു. രാവിലെ ഉമ്മ എഴുന്നേക്കുമായിരുന്നു. അപ്പൊ ഉമ്മയുടെ കൂടെ ഹെൽപ്പിങ്ങിന് ഞാൻ കയറുന്നുള്ള അല്ലാതെ അങ്ങനെ കുക്കിങ്ങിലൊന്നും ഞാൻ നിന്നിട്ടില്ല. കല്യാണം കഴിഞ്ഞ് ബാംഗ്ലൂർ പോയി എൻ്റെ സമയം നല്ലതാ സമയമൊക്കെ ആയതുകൊണ്ട് കൊറോണ ആയിരുന്നല്ലോ. കൊറോണ വന്നു. ഞാൻ ഫെബ്രുവരിയിൽ പോയി, മാർച്ചൊക്കെ ആയപ്പോൾ ലോക്ക്ഡൗൺ ആയി. അപ്പൊ ആ സമയത്തൊക്കെ നിന്ന് അങ്ങനെയൊക്കെ ഞാൻ ഇങ്ങനെ ഓരോന്ന് പരീക്ഷിച്ചതാണ്. പിന്നെ ഇക്കാക്ക് കട്ട്ലറ്റ് ഭയങ്കര ഇഷ്ടം. ഇതൊക്കെ ഞാൻ ഫസ്റ്റ് എനിക്ക് ആകെ ട്രൈ ചെയ്തിട്ട് പാളിപ്പോയ 1-2 ഐറ്റംസ് ഉണ്ട് കേട്ടോ. എനിക്ക് ഇക്കാടെ ഒരു തക്കാളിക്കറി ഉണ്ട് ഫസ്റ്റ് സമയം വെച്ചപ്പം. എനിക്കറിയാം നമ്മുടെ വീട്ടിലൊന്നും അങ്ങനെ വെച്ചിട്ടില്ല. ഇക്കാടെ വീട്ടിൽ ഇങ്ങനെ വെറൈറ്റി കുറച്ച് കറികളൊക്കെ ഉണ്ട്. അതൊന്നും ഞങ്ങളുടെ വീട്ടിൽ മെയിൻ മീൻ, ഇറച്ചി മീൻ. അപ്പം അങ്ങനെ ഇക്കാടെ ഒരു തക്കാളിക്കറി ഇല്ലേ തക്കാളിക്കറി, അതെനിക്ക് ഫസ്റ്റ് ടൈം വെച്ചപ്പോൾ പാളിപ്പോയായിരുന്നു. ഞാൻ അങ്ങനെ വെച്ചിട്ടില്ലാത്തത് കൊണ്ട് തന്നെ ഇക്കാലത്ത് ചിക്കക്ക് വലിയ ഐഡിയ ഒന്നും ഇല്ലായിരുന്നു. അപ്പൊ ഒരു ഐഡിയ ഇല്ലാതെ അങ്ങ് വെച്ചൊരു കറിയായിരുന്നു. അത് ഭയങ്കര ഫ്ലോപ്പില്ല, എന്നാലും ചെറുതായിട്ട് പാളിപ്പോയായിരുന്നു. അങ്ങനെ പിന്നെ പാളിപ്പോ എനിക്ക് ഒരിക്കൽ മന്തി ബാംഗ്ലൂരിൽ നിന്ന്, അതും എനിക്ക് പാളിപ്പോയിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ അടുത്ത് ഞാൻ ഇവിടെ വീട്ടിൽ മന്തി വെച്ചിട്ടുണ്ടായിരുന്നു. അന്ന് ഞാൻ വ്ളോഗൊന്നും എടുത്തില്ല, പക്ഷെ അടിപൊളിയായിരുന്നു. കടയിൽ നിന്ന് ഇങ്ങനെ മേടിക്കും അതുപോലെ കിട്ടി. പിന്നെ ഞാൻ ഈ മന്തി വെക്കാനായിട്ട് മടി പിടിക്കുന്നതെന്നറിയോ, ഇക്ക മന്തി കഴിക്കത്തില്ല. അപ്പൊ ഞാൻ ഒരാൾക്ക് വേണ്ടി, എനിക്ക് വേണ്ടി മാത്രം വെക്കാനും ഒരു മടിയാണ്. പിന്നെ വിചാരിക്കും ഇത്രയും പണിയെടുക്കുന്നതിനെക്കാട്ടി ബെറ്റർ കടയിൽ നിന്ന് വാങ്ങിക്കാമല്ലോ. എനിക്ക് തോന്നുന്നു എനിക്ക് മാത്രം അപ്പൊ ക്വാർട്ടർ മതിയല്ലോ. അപ്പം 190-200 രൂപ മറ്റേ ഉള്ളൂ. അപ്പൊ ഞാൻ ചിന്തിക്കും ലാഭം അതാണെന്ന്. എന്നിട്ട് ഞാൻ പിന്നെ ഇങ്ങനെ എന്തോ എനിക്ക് വെച്ച് കഴിക്കാൻ ഇപ്പൊ കൊതി മൂത്ത് ഞാൻ എടുത്ത് വെച്ചായിരുന്നു. പക്ഷെ നല്ലതായിരുന്നു. കടയിൽ ആ ഒരു ടേസ്റ്റും കിടിലുമായിരുന്നു. ഇനിയിപ്പം അതിനുശേഷം എപ്പോഴും വീട്ടിൽ പോകുമ്പോൾ എപ്പോഴും ഇല്ല, അതിനുശേഷം ഒരു പ്രാവശ്യം ഞാൻ വീട്ടിൽ പോയി നിന്നുള്ളൂ തോന്നുന്നു. അപ്പൊ പിന്നെ ഉമ്മായും മോക്കൊക്കെ വയ്യാതായി. ഇനിയിപ്പോ ഇൻഷാല്ലാ ഒരു ദിവസം വീട്ടിൽ പോകുമ്പോൾ ഞാൻ മന്തി വെക്കും. അപ്പൊ ഞാൻ വ്ലോഗ് എടുക്കാം. ഇനിയിപ്പോ ഇതെല്ലാം ഷേപ്പാക്കട്ടെ. ഈ ബാംഗ്ലൂർ ആയിരുന്ന സമയത്ത് ഞങ്ങളുടെ നോമ്പൊക്കെ ഇല്ലേ, ഇഷ്ടം പോലെ എന്ന് വെച്ചാൽ അന്ന് സ്റ്റാർട്ടിങ് സമയമൊക്കെ അല്ലേ,
സ്റ്റാർട്ടിങ് സമയം മാത്രമല്ല, ആ സമയത്തൊക്കെ ആയിരിക്കും. പക്ഷെ ഞാൻ ഈ ഇക്കാടെ ഫോണിൽ ആ ഫോട്ടോസ് ഒക്കെ ഉണ്ടായിരുന്നു, ഈ അടുത്ത് നോക്കിയിട്ട് അത് കിട്ടിയില്ല. ഉണ്ട്, കിട്ടുവാണെന്നുണ്ടെങ്കിൽ ഞാൻ ഇക്കാട് ചോദിച്ചിട്ട് കിട്ടുവാണെന്നുണ്ടെങ്കിൽ ഞാൻ ഇവിടെ എവിടെയെങ്കിലും അറ്റാച്ച് ചെയ്ത് കൊടുത്തേക്കാം. ആ സമയത്തൊക്കെ ഞാൻ ശരിക്ക് പൊരിപ്പ് ഐറ്റംസ് ആക്കുമായിരുന്നു കേട്ടോ. 2 ഇല്ല 3 ഒക്കെ ആക്കുമായിരുന്നു എന്ന് തോന്നുന്നു. പിന്നെ ഇപ്പോഴാണ് ഞാനത് കുറച്ച് 2 ആക്കി ചുരുക്കിയത്. നമ്മുടെ ചിക്കൻ ഇവിടെ ഇരുന്ന് പൊരിയുന്നുണ്ട്. ഞാൻ ഒരുപാട് മസാല ചേർത്തില്ല, കറിക്കുള്ള പീസായതുകൊണ്ട് മസാല കുറച്ചാണ് ചേർത്താണ് പൊരിക്കുന്നത്. ഇനിയിപ്പോൾ ഇത് ഞാൻ ഷേപ്പ് ഇതാക്കിയിട്ട് ബ്രെഡ് ക്രംസിൽ മുക്കി വെക്കണം. അത് കഴിഞ്ഞിട്ട് കറിയും വെക്കണം. അത് കഴിഞ്ഞിട്ട് പോയി കിടന്ന് കുറച്ച് നേരം ഉറങ്ങണം. ഇത് രണ്ടും ഞാൻ ഇപ്പം ആക്കി വെക്കുന്നത്. ഇക്ക 9 മണിയാകുമ്പോഴത്തേക്ക് പോവും. അപ്പൊ പിന്നെ പോയിട്ട് എന്തായാലും ഇക്ക വൈകിട്ടേ വരുള്ളായിരിക്കണം. അപ്പൊ ഞാൻ ഇനിയിപ്പോൾ ഇതെല്ലാം ഒന്ന് ഷേപ്പാക്കി സെറ്റ് ആക്കട്ടെ. അത് കഴിഞ്ഞിട്ട് നമുക്കിനി അടുത്ത വീഡിയോ എടുക്കാം. ഇനിയിപ്പോൾ എനിക്ക് പ്രത്യേകിച്ച് പണിയൊന്നുമില്ല. ഇതിപ്പോൾ പൊരിച്ചു കഴിഞ്ഞാൽ പിന്നെ കറി വെക്കാൻ വലിയ ടാസ്ക് ഇല്ലല്ലോ. അതുകൊണ്ട് കറിയും കൂടെ വെച്ച് കഴിഞ്ഞാൽ ഞാൻ പോയി കുറച്ചു നേരം ഉറങ്ങണമെന്ന് വിചാരിക്കുന്നു. ഉറങ്ങും. അത് അല്ലല്ല, മോക്ക് എന്തെങ്കിലും ആക്കണം. അത് കഴിഞ്ഞിട്ട് ഞാൻ പോയി കിടക്കും. അതും കൂടെ കഴിഞ്ഞിട്ട് പോയി കിടന്നുറങ്ങും. അത് കഴിഞ്ഞിട്ട് പിന്നെ എനിക്ക് മിക്കവാറും തോന്നുന്നു ഞാൻ ഉച്ചയ്ക്ക് ശേഷം കിച്ചന് ലോഹർ നമസ്കാരമൊക്കെ കഴിഞ്ഞിട്ടേ കയറാൻ ചാൻസ് ഉള്ളൂ. ഇപ്പോഴും ഞാൻ എന്താക്കും എന്നുള്ള കാര്യത്തിൽ കൺഫ്യൂസ്ഡ് ആണ്. അപ്പം ആക്കണോ, നെയ്ച്ചോറാക്കണോ? നെയ്ച്ചോറാക്കി മനുഷ്യൻ തിന്നണ്ടേ? നെയ്ച്ചോറാക്കി ഇക്ക കഴിക്കത്തില്ല. അപ്പൊ പിന്നെ നോക്കാം. ഞാനേ ഇന്നലത്തെ നോമ്പിന്റെ കോമഡി വേറെ കേൾക്കണോ? വലിയ കാര്യത്തില് അപ്പത്തിന്റെ മാവ് മേടിച്ചോണ്ട് വന്നു. അപ്പൊ ഞാൻ അപ്പത്തിന്റെ മാവ് അങ്ങനെ മേടിച്ചില്ല. ദോശയുടെ മാവ് പിന്നും ഞാൻ മേടിച്ചിട്ടുണ്ട്, അപ്പത്തിന്റെ മാവ് മേടിച്ചിട്ടില്ല. അപ്പൊ ഞാൻ വിചാരിച്ച എന്തുവാണ്, അപ്പത്തിന്റെ മാവ് ദോശയുടെ മാവ് അങ്ങനെയാണല്ലോ, നമുക്ക് മേടിച്ചുകൊണ്ട് വരുന്നു, കലക്കുന്നു, ചുടുന്നു. ആ ഒരു രീതിക്ക് ഞാൻ അപ്പത്തിന്റെ മാവ് മേടിച്ചിട്ട് വന്നു. വാങ്ങുന്നു, മേടിക്കുന്നു, വെക്കുന്നു, കലക്കുന്നു, ചുടുന്നു. ആ ഒരു പ്രതീക്ഷ വാങ്ങിച്ചതാണ്. അപ്പം ഇവിടെ ഞങ്ങള് വൈകിട്ടായപ്പോഴോ മറ്റോ എത്തിയിട്ടും ഞാൻ ഇതിന്റെ കാര്യമൊന്നും നോക്കിയില്ല. അപ്പോഴെടുത്ത് ഫ്രിഡ്ജിൽ വെച്ചു. എന്നിട്ട് നോമ്പ് കുറിക്കുമ്പോ അപ്പം ആക്കാന്നല്ല വിചാരിച്ചത്. എന്നിട്ട് വലിയ കാര്യത്തില് അപ്പം ചുടുന്ന സമയത്ത് എടുത്ത് നോക്കിയപ്പോഴത്തേക്കും ഇല്ലേ, ഇത് കലക്കി 8 മണിക്കൂർ നമ്മൾ അപ്പത്തിനാട്ടി വെക്കുന്ന പോലെ വെച്ചേക്കണമെന്ന്, എന്നിട്ടേ ചുടാവുള്ളെന്ന്. ഞാൻ ആരായി? ആ കുറച്ച് സമയം ഞാൻ എന്ത് ചെയ്യണമെന്നായിപ്പോയി. കാരണം ഇക്കാക്ക് എന്ത് കൊടുക്കും, പെട്ട അവസ്ഥ. പിന്നെ പാലാടാക്കി ഞാൻ അഡ്ജസ്റ്റ് ചെയ്തു ഗൈസ്. ഇനിയിപ്പോ എന്തായാലും ഞാൻ നിങ്ങൾ സംസാരിച്ചോണ്ടിരിക്കും. ഇനിയിപ്പോ ഞാൻ ഇത് സെറ്റ് ആക്കട്ടെ ഇല്ലേ. എനിക്കിങ്ങനെ കട്ട്ലറ്റിനെ ആക്കി വെക്കുമ്പോ ഇല്ലേ ഭയങ്കര എളുപ്പപ്പണിയാണ്. ഇപ്പം എനിക്ക് എന്തെങ്കിലുമൊക്കെ വെക്കാനൊരു മൂഡ് തോന്നിയില്ല, അല്ലെങ്കിൽ എനിക്ക് എന്തെങ്കിലും വയ്യ, അങ്ങനെയുള്ള സമയങ്ങൾക്ക് ഇത് ഭയങ്കര യൂസാണ് ഗൈസ്. പിന്നെ അങ്ങനെയുള്ള സമയം ആയതുകൊണ്ടല്ല, അങ്ങനെയുള്ള സമയത്ത് ഏറ്റവും കൂടുതൽ വയ്ക്കുന്നത് ഇതും ഈത്തപ്പഴം പൊരിക്കും. ഇത് രണ്ടും ഇക്കാക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഈത്തപ്പഴം പൊരിച്ചത് ഇക്കാക്ക് ഇഷ്ടമാണ്. ഈ കട്ട്ലറ്റും ഇഷ്ടമാണ്. ഞാൻ എപ്പോൾ ഇക്കാലത്ത് ഞാൻ ആക്കുന്നതിൽ എന്താണ് ഇഷ്ടമെന്ന് വെച്ചാൽ കട്ട്ലറ്റേ പറയത്തുള്ളൂ. പിന്നെ ഫസ്റ്റ് ടൈം ഞാൻ ആക്കി കൊടുത്ത ബിരിയാണി അല്ലേ, ഉറക്കപ്പാച്ചി ഇരിക്കാണ്. പോയി കിടന്ന് ഉറങ്ങാൻ ഞാൻ പറഞ്ഞു 100 വട്ടം ഞാൻ പറഞ്ഞിക്ക പോയി കിടന്ന് ഉറങ്ങിക്കോ, ഞാൻ ചെയ്യാന്ന്. ഇക്കാര്യത്തിൽ ഞാൻ ഷേപ്പ് ചെയ്യാനൊരു ഹെൽപ്പിന് വിളിച്ചായിരുന്നു, കൊള്ളായിരുന്നു. കരുതി പോയി കിടന്ന് ഉറങ്ങാൻ പറഞ്ഞിട്ട് കേൾക്കുന്നില്ല. അവസാനം ഇനി അവിടെ പോയിരുന്നിട്ട് പറയോ എനിക്ക് തലവേദനിക്കുന്നതെന്ന്. അപ്പൊ നമ്മുടെ കോലം നോക്കണ്ട, അവിടെ ഇനി വൃത്തിയാക്കണം. അപ്പൊ നമ്മുടെ കട്ട്ലറ്റ് എല്ലാം ഞാൻ സെറ്റ് ആക്കിയിട്ടുണ്ട്. അപ്പൊ ഇന്നത്തേക്ക് വേണ്ടിയിട്ടുള്ളത് ഇതിലെടുത്ത് വെക്കാം, ബാക്കി അല്ലാണ്ടങ്ങ് വെക്കാം. ഉറങ്ങാൻ കൊച്ചിന് വയ്യ ഗൈസ്. കറി വെക്കാൻ എന്തൊക്കെ ജോലിയാ എന്റെ കൊച്ചിന്. യാസുന് ഉറങ്ങണ്ടേ യാസു? ഞാൻ ഇപ്പൊ മിക്ക ദിവസവും ഞാൻ ഡെയിലി കരി വരയ്ക്കുവേ, പക്ഷെ കരി കിടക്കുന്നില്ല അവളെ പിരികത്ത്. ഞാൻ തലയിൽ ഷോളിടുന്ന കണ്ടുകൂടാ. ഞാൻ ഉറങ്ങി എഴുന്നേറ്റ് കരഞ്ഞു. ആദ്യം ചെന്നപ്പോ എന്റെ ഷോള് മാറ്റിയിട്ട് കിടക്കാൻ പറഞ്ഞു. അത് തിരിഞ്ഞു കിടക്കാൻ പറഞ്ഞു. തിരിഞ്ഞു കിടന്നിട്ട് ഒത്തിരി ഉറങ്ങിയപ്പോ ഞാൻ എഴുന്നേറ്റത് വീണ്ടും കരഞ്ഞു. വീണ്ടും ചെന്നപ്പോഴത്തേക്കും അവളെ എടുത്തോണ്ട് നടക്കണം എന്നായി. അപ്പൊ നോക്കിയപ്പോ കിച്ചണിലെ ലൈറ്റ് കിടക്കുന്നു. പിന്നെ ഞാൻ എങ്ങനെ ഉറങ്ങാനാ, ഞാൻ എങ്ങനെ ഒടുങ്ങാനാ? നാണം വരച്ച് വയ്യ. മല്ലിപ്പൊടിയും കഴിഞ്ഞു ഗൈസ്. അപ്പം എപ്പോഴും ഞാൻ വീട്ടിൽ നിന്ന് ഉമ്മ മുളകൊടി മല്ലിപ്പൊടി ആകുമ്പോഴാണ് കൊണ്ടുവരുന്നത്. അതുകൊണ്ട് അപ്പൊ നമുക്ക് കുപ്പിയിലാക്കാം. അപ്പൊ നമുക്ക് ചിക്കൻ കറി വെക്കാം ഗൈസ്. കുറച്ച് ഉലുവ ഇട്ട് കൊടുക്കാം, വെളുത്തുള്ളിയും
പിന്നെന്തുവാണ് പച്ചമുളകൊക്കെ അടിച്ചത്. നമ്മൾ ചിക്കൻ പൊരിച്ച് എണ്ണയിൽ തന്നെയാണ് ഇതൊക്കെ ചെയ്യുന്നത്. ആടി വരുമ്പോൾ നിറം മാറൂലേ, ഒരു ബ്രൗൺ കളറിലോട്ട് പോകത്തില്ലേ, ആ ഒരു സമയം നമുക്ക് സവാള ഇട്ട് കൊടുക്കാം. ഞാൻ കുറച്ച് ഗ്രേവി ആക്കുന്നുള്ളൂ. സോ പണ്ടൊക്കെ ആവുമ്പോ ഞാനൊക്കെ ഇങ്ങനെ സവോള ഇരുന്ന് അരിയുമായിരുന്നേ. വീട്ടില് ഫുൾ സവോള അരിയുന്ന ഞാനാണ്. ഇപ്പൊ കട്ടർ, പക്ഷെ കട്ടറിൽ എറിഞ്ഞാൽ എരിയാനുള്ളത് കണ്ണു നീറാനുള്ളത് നീറും. പിന്നെ എനിക്ക് തോന്നുന്നു നമ്മൾ ഈ കൈ കൊണ്ട് അരിഞ്ഞു വെക്കുന്ന ടേസ്റ്റ് ഇല്ലേ, അതൊന്ന് വേറെ തന്നെയാണ്. എത്രയൊക്കെ നമ്മൾ ഇങ്ങനെ വെച്ചാലും കൈ കൊണ്ട് അരിഞ്ഞു വെക്കുന്നതാണ് അടിപൊളി. ഇക്കാക്ക് ഭയങ്കര ധൃതിയാണ്. എന്നെ പറഞ്ഞു തീർക്കുന്നതിന് മുന്നേ ക്യാമറ ഓഫ് ആക്കിട്ട് ഒറ്റ പോയി കിടന്ന് ഉറങ്ങുന്ന ഞാൻ 100 വട്ടം പറഞ്ഞു. ജോലിക്ക് ഓൺലൈനിലെ തലവേദന വരും, കേൾക്കാതെ എന്നെ ഹെൽപ്പ് ചെയ്യാനായിട്ട് നിന്നതാ. പക്ഷെ കംപ്ലീറ്റ് ചെയ്യുന്നതിന് മുന്നേ അങ്ങ് ഓടുവാ. അപ്പൊ ഇതാണ് ഞാൻ പൊരിച്ച ചിക്കൻ. സംഭവം ഞാൻ ഒരുപാട് മസാലയൊന്നും ഇല്ലാതെ കറക്കി മസാല കുറച്ചിട്ടാണ് പൊരിച്ചത്. പണ്ട് എൻ്റെ ഉമ്മ വെക്കും, എൻ്റെ പുന്നോ ഇങ്ങനെ പൊരിച്ചിട്ട്, അതൊരു അടിപൊളി ടേസ്റ്റാണ്. ആ ടേസ്റ്റ് ഒന്നും ഞാൻ വെച്ചിട്ട് ഇന്ന് വരെ വന്നിട്ടില്ല. അതൊക്കെ അടിപൊളിയായിരുന്നു. എന്നെ പാത്രം കഴുകി ഹെൽപ്പ് ചെയ്യുവാണ് കഴിച്ചിട്ട. 2 വാക്ക് ഇല്ല, വാറക്കത്തില്ല. ഇവിടെ ഒരാള് വാറൊക്കെ റെഡി ആയിട്ടിരിക്കുന്നത്. തുറക്കുക. നമ്മുടെ ചിക്കൻ കറി ഇവിടെ റെഡിയായി ഗൈസ്. ചിക്കൻ കറി റെഡി ആയപ്പോഴത്തേനും സംഭവത്തിൽ ഗ്രേവി കാണുന്നില്ല, ചിക്കന്റെ കഷ്ണം മാത്രമേ കാണുന്നുള്ളൂ. ഗ്രേവി കുറച്ച് കുറഞ്ഞു പോയോന്ന് എനിക്കൊരു സംശയം ഇല്ലാതെ ഇല്ല. പക്ഷെ നല്ല അടിപൊളി മണം വരുന്നുണ്ട്. ഇവിടെ ഒരാൾക്ക് രാവിലെ എഴുന്നേറ്റപ്പം മുതൽ വാശിയായിട്ടുണ്ട്. കാരണം സാധാരണ ഒരു 9-9:30 ആയിട്ടാണ് എഴുന്നേക്കുന്നത്. ഇന്ന് നേരത്തെ എണീറ്റ്, അല്ലെങ്കിൽ ഞാൻ അടുത്ത് എണീറ്റ് പോകുമ്പോൾ എഴുന്നേക്കും. ഇന്ന് നേരത്തെ എഴുന്നേറ്റ്, അപ്പൊ നല്ല വാശി നിർബന്ധവും കാണിക്കുന്നുണ്ട്. ഇനിയിപ്പോ ഓഫീസിൽ പോകുമ്പോ എങ്ങാനും ഉറങ്ങുമായിരിക്കും ഞാൻ പ്രതീക്ഷിക്കുന്നു. രാവിലെ ഉറക്കമൊന്നുമില്ല. അപ്പൊ ഞാൻ വിചാരിച്ചിപ്പോ എന്തെങ്കിലുമൊക്കെ ഒന്ന് കളിക്കാനൊക്കെ ഇട്ട് കൊടുത്ത് ഇങ്ങനെ അടങ്ങിയിരിക്കുവാണ്. ആ സമയം ഇവിടെ ജസ്റ്റ് ഒന്ന് തൂത്തിട്ട്, ഇന്നലെ തുടച്ചായിരുന്നു, അതുകൊണ്ട് തുടക്കേണ്ട കാര്യമില്ല. ജസ്റ്റ് തൂത്തിട്ട് പോകുന്നതിന് മുന്നേ മാക്സിമം എന്റെ ജോലി ഞാൻ തീർക്കുകയാണ്. തൂത്തിട്ട് ബാക്കി ഇനിയിപ്പോ ഒന്നുമില്ല. ഇനിയിപ്പോ ഉച്ചയ്ക്ക് ശേഷമേ ഉള്ളൂ കിച്ചണിൽ കയറി. ഇനിയിപ്പോ അവളെ ഒന്ന് നേരെ ഫ്രഷ് ആക്കി ഒന്ന് ഫുഡ് കൊടുക്കണം. അപ്പൊ ഇനിയിപ്പം നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് കാണാം. ഇനിയിപ്പോ ചിലപ്പോൾ എനിക്ക് അറിയത്തില്ല, ചിലപ്പോൾ ഞാൻ ഉച്ചയ്ക്ക് ശേഷം കിച്ചണിൽ കയറുമ്പോഴേ കണ്ടിന്യൂ ഉള്ളായിരിക്കും. കാരണം ഇനിയിപ്പോ ഞാൻ ഉച്ചയ്ക്ക് കിച്ചണിൽ കയറത്തുള്ളൂ. ചിലപ്പോൾ ഞാൻ ഉച്ചയ്ക്ക് ആ സമയത്തെ കണ്ടിന്യൂ ചെയ്യത്തുള്ളൂ. ചിലപ്പോൾ ഞാൻ എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോൾ ഇടയ്ക്ക് ഞാൻ എടുക്കാം. അപ്പൊ എന്തായാലും ഞാൻ ഇപ്പൊ ഇവിടെ തൂക്കട്ടെ. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞിട്ടില്ലായിരുന്നോ, ചിക്കൻ ഞാൻ മസാല പുരട്ടി ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടെന്ന്. അപ്പൊ ആ ചിക്കനാണിത്. അപ്പൊ ചിക്കൻ മസാല പുരട്ടി ഫ്രിഡ്ജിൽ വെച്ചൊരു 12 മണിയായപ്പോൾ ഞാനടുത്ത് പുറത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പൊ സമയം വന്നിട്ട് 1 മണി കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ ഞാൻ വിചാരിച്ചു ചിക്കൻ ഫ്രൈ ചെയ്യാം. പിന്നെ നെയ്ച്ചോറിന് വേണ്ടിയിട്ടുള്ള അരി ഞാൻ 12 മണിയായപ്പോൾ വെള്ളത്തിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. കാരണം അപ്പൊ വേഗം അരി വേവും. സോ അതുകൊണ്ട് തന്നെ അപ്പൊ നമുക്ക് ഇനിയിപ്പോ സമയമില്ല. ഇനിയിപ്പോ വന്നിട്ടില്ല, എന്തായാലും ലേറ്റ് ആവുമായിരിക്കും. അപ്പൊ ഞാനിപ്പോ എന്തായാലും ചിക്കൻ ഫ്രൈ ചെയ്യാൻ വെക്കാന്ന് വിചാരിച്ചിട്ടുണ്ട്. നെയ്ച്ചോറിന് വേണ്ടിയിട്ട് സവോളയും ക്യാരറ്റും തക്കാളി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഒരുപാട് പേരൊന്നും നെയ്ച്ചോറിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇടാറില്ല. തക്കാളിയും ക്യാരറ്റൊന്നും. പക്ഷെ ഞാൻ ഇടാറുണ്ട്. പിന്നെ നമ്മുടെ ചിക്കൻ ഇവിടെ കിടന്ന് പൊരിയുന്നുണ്ട് ഗൈസ്. ഇപ്പൊ ചിക്കൻ ഫ്രൈ ആവുന്നുണ്ട്. ഇവിടെ ഒരാൾ നിന്ന് നല്ല കുരുത്തക്കേട് കാണിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ആർക്കെങ്കിലും എനിക്ക് ചോറ് വയ്ക്കാൻ, ഞാൻ പെട്ടെന്ന് ഈ കഴുത്തിന്റെ പീസ് കണ്ടപ്പോൾ എനിക്ക് ഓർമ്മ വന്നതാണേ. നിങ്ങൾക്ക് ആർക്കെങ്കിലും ചിക്കന്റെ കഴുത്തിന്റെ പീസ് ഇഷ്ടമാണോ? എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കഴുത്ത് ഫ്രൈ ചെയ്യുന്നത്. ഒരുപാട് പേര് ചിക്കന്റെ കഴുത്ത് കഴിക്കത്തില്ല, പക്ഷെ അടിപൊളി ടേസ്റ്റ്. എൻ്റെ ഇക്കായും കഴിക്കത്തില്ല. അതെനിക്ക് മനസ്സിലായത് എപ്പോഴാണെന്നറിയോ? ഈ ബാംഗ്ലൂർ വെച്ചാൽ എനിക്ക് മനസ്സിലായത് ഒരുപാട് പേര് ചിക്കന്റെ കഴുത്ത് കഴിക്കത്തില്ല എന്ന്. കാരണം ഞങ്ങൾ ബാംഗ്ലൂർ ഒരിക്കൽ എന്തോ മേടിക്കാൻ പോയപ്പോഴത്തേക്ക് അവർ ഈ കഴുത്ത് വെട്ടി കളയുന്നത്. അപ്പോഴാണ് ഞാൻ ഇക്കാലത്ത് ശാന്തിക്ക അങ്ങനെ ചെയ്യുന്നത്. അപ്പോഴൊക്കെ അറിഞ്ഞിട്ട് ഒരുപാട് പേരൊന്നും കഴുത്ത് കഴിക്കത്തില്ല, നിനക്ക് അറിയത്തില്ലേന്ന്. അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ കഴിക്കുമല്ലോ. ഞങ്ങൾ പോയ സമയത്തായിരുന്നു. ഞങ്ങൾ കഴിക്കും. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ കഴുത്ത് ഫ്രൈ ചെയ്ത് കഴിക്കാനായിട്ട്. പിന്നെന്തുവാണ്, ഇനിയിപ്പൊ കുറച്ച് പീസും കൂടെ പൊരിക്കാനുണ്ട്. ഞാൻ ഒരുപാടൊന്നും ഞാൻ ഭയങ്കര ഹെവി ആയിട്ടൊന്നും ഞാൻ വെക്കുന്നതൊക്കെ ഭയങ്കര എന്ന് വെച്ചാൽ ഒന്നും വേസ്റ്റ് ആവരുത്, ബാക്കി ആവരുത് എന്നുള്ളൊരു ഉദ്ദേശമുണ്ട്. ഇവിടെ പൊട്ടലും ചീറ്റലും ആണല്ലോ, കാരണം നോമ്പൊക്കെ അല്ലേ. സോ അതുകൊണ്ട് ആ ഒരു കണക്കിനാണ് വേവിക്കുന്നത്. ആ ഒരു കണക്കിനാണ് നമുക്ക് നോക്കാം. ഇനിയിപ്പൊ ഇത് കഴിഞ്ഞിട്ട് വേണം എനിക്ക് ചോറ് വെക്കാൻ. യാസോ
ഇക്ക ഇന്നലെ വന്നപ്പോഴേ നല്ല പഴുത്ത ഏത്തപ്പഴം മേടിച്ചു വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ സത്യം പറഞ്ഞാൽ ഞാനിന്ന് ഈത്തപ്പഴം പൊരിക്കാന്നാ വിചാരിച്ചത്. അപ്പത്തേന് നല്ല ഏത്തപ്പഴം. അപ്പം പിന്നെ ഈത്തപ്പഴം പൊരിക്കാതെ നമുക്കിന്ന് ഏത്തപ്പഴം പൊരിക്കാം, അതായത് വാഴയ്ക്കൊപ്പം വെക്കാം. അല്ലെങ്കിൽ എന്നുണ്ടെങ്കിൽ പഴം നന്നായിട്ട് പഴുത്ത് ഇവളാണെങ്കിൽ സാധാരണ കൊച്ചുങ്ങൾക്ക് പഴം കൊടുക്കണമെന്ന് പറയുമല്ലോ, മോള് ഭയങ്കര കഴിക്കത്തില്ല. സ്റ്റാർട്ടിങ്ങിൽ ഞാൻ പുഴുങ്ങി കൊടുക്കുമായിരുന്നു, കഴിക്കത്തില്ല. നെയ്യ് മൂപ്പിച്ച് കൊടുക്കുമായിരുന്നു, അതെ കുറച്ച് നാളത് കഴിക്കുമായിരുന്നു. പിന്നെ അതും കഴിക്കത്തില്ല. ഇത് പിന്നെ എന്ന് വെച്ചാൽ ഞാനത്തിരി അവർക്ക് നന്ന വിശന്നിരിക്കുന്ന സമയത്ത് വേറൊന്നുമില്ല എന്ന് പറഞ്ഞിട്ട് എങ്ങാനും കൊടുത്താൽ കുറച്ച് എങ്ങാനും പഴം കഴിക്കും, അല്ലാതെ പഴം കഴിക്കാൻ ഭയങ്കര പാടാണ്. അപ്പം പിന്നെ ഇന്ന് നമുക്ക് വാഴയ്ക്കാപ്പം വെക്കാം ഗൈസ്. അപ്പൊ ഞാൻ ഈത്തപ്പഴം പൊരിക്കാനായിട്ട് കടലമാവ്, മൈദാമാവ്, ഉപ്പ്, പഞ്ചസാര, കുറച്ച് സോഡാപ്പൊടി ഇതെല്ലാം കൂടി ഇട്ട് നമുക്കിനി കലക്കി വെക്കാം. ഒരുപാട് ലൂസും ആവരുത്, എന്നാൽ ഒരുപാട് തിക്കും ആവരുത്. ആ ഒരു കൺസിസ്റ്റൻസിയിൽ എടുക്കുന്നു. ഈ ഒരു കൺസിസ്റ്റൻസി ഉണ്ടല്ലേ, നമുക്ക് ആ ഒരു രീതിക്ക് മൈദാമാവാക്കി വെക്കണം. അപ്പൊ ഇത് നമുക്കിത് അടച്ചു വെച്ചേക്കാം. നെയ്ച്ചോറിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുവാണ്. ചിക്കൻ ഫ്രൈ ചെയ്ത് വെച്ച് അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയും ഉള്ളിയൊക്കെ മൂപ്പിച്ച് വെച്ചിട്ടുണ്ട്. എൻ്റെ നെയ്ച്ചോറിന് പരിപാടിക്കെല്ലാം നമുക്ക് അരി ഇട്ട് കൊടുക്കാം. അപ്പൊ ഞാൻ 2.5 ഗ്ലാസ് അരിയാണ് എടുത്തിട്ടുള്ളത്. ഞാൻ വെച്ച വെള്ളം കുറഞ്ഞു പോയി ഗൈസ്. ഓൾമോസ്റ്റ് എല്ലാ ജോലിയും കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പൊ സമയം 4 മണി കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇക്ക ഓഫീസിൽ നിന്ന് വന്നത് തലവേദനയായിട്ടാണ്. അതിന്റെ ഇടയിൽ കൂടെ മോള് ഭയങ്കര വാശിയായിരുന്നു. അപ്പൊ എന്റെ ഒരു ജോലി എടുത്തതോ അല്ലെങ്കിൽ ഒന്നും എനിക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല. ഭയങ്കരമായിട്ടെല്ലാം കഴിഞ്ഞിട്ടൊന്നുമില്ല. ഞാൻ നെച്ചോറും ആക്കിയിട്ടുണ്ട്, പപ്പടം കാച്ചി, തൈരാക്കി, കറിയാക്കി, ഫ്രൈ ആക്കി. ഇനിയിപ്പം കട്ട്ലറ്റും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ജസ്റ്റ് വാഴയ്ക്കാപ്പൊക്കെ പൊരിക്കണം. പിന്നെ ഫ്രൂട്ട്സ് കട്ട് ചെയ്യണം, ജ്യൂസ് അടിക്കണം. പിന്നെ കഞ്ഞി ഇക്ക പള്ളിക്കഞ്ഞി ഇല്ലേ, അത് മേടിക്കാന്ന് അറിഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇക്ക അത് മേടിക്കാനായിട്ട് ഇനി പാസ നമസ്കാരത്തിന് പോകുമ്പോഴത്തേക്ക് അത് മേടിച്ചിട്ട് വരും. അപ്പം ഇനിയിപ്പൊ ഫ്രൂട്ട്സ് നമുക്ക് കട്ട് ചെയ്യാം. എന്തോ യാസു ഇന്ന് ഭയങ്കര കുഴപ്പമായിരുന്നു ആൾക്ക്, ഇന്ന് ഭയങ്കര വിഷയമായിരുന്നു ആള്. കഴുകിയിട്ട് തരാം. അപ്പൊ ഇനിയിപ്പം എന്നെ കൊണ്ട് പറ്റുന്ന കണക്ക് ഞാൻ കംപ്ലീറ്റ് ആക്കാം. ഇക്കാക്ക് തലവേദന ആയതുകൊണ്ട് തന്നെ ഇക്കായും കിടക്കുമല്ല, ജോലിയും ഉണ്ടായിരുന്നു. ഇനി ഫ്രൂട്ട്സ് ഇപ്പൊ കട്ട് ചെയ്ത് വെക്കണോ, കുറച്ച് ചെയ്ത് കട്ട് ചെയ്യണോ എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. എന്തായാലും ഇപ്പൊ പിന്നെ ഇക്ക വന്നപ്പോഴത്തേനും പൈനാപ്പിളും തണ്ണിമത്തനും മല്ലിയില ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇന്നലെ മല്ലിയില കിട്ടിയില്ല എന്ന്, മല്ലിയിലേക്ക് മേടിച്ചിട്ട്. പക്ഷെ ഇത് നല്ല വാടിയ മല്ലിയില, ഇത് പെട്ടെന്ന് ചീത്തയായി പോകും. അപ്പൊ പെട്ടെന്ന് യൂസ് ചെയ്ത് തീർക്കണം. അപ്പൊ ഇനിയിപ്പം നമുക്ക് അടുത്ത ജോലി എടുക്കുമ്പോഴത്തേക്ക് ഞാൻ എടുക്കാം. ഇപ്പൊ ഓൾമോസ്റ്റ് ഇവിടെ കംപ്ലീറ്റ് പാത്രം കഴുകലും അങ്ങനെ എല്ലാം എന്റെ കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പൊ ചില്ലറ കുറച്ച് കാര്യങ്ങളേ ഉള്ളൂ. അത് അപ്പൊ നമുക്ക് ഇക്കാലത്ത് മല്ലിയില ഭയങ്കരമായിട്ട് വാടിപ്പോയി. എന്തായാലും മല്ലിയില വാടിപ്പോയി. സാധാരണ വീഡിയോന്ന് കിട്ടുന്നതില്ലേ നല്ല രീതിക്ക്. ഞാൻ മുമ്പത്തെ ഒരു വീഡിയോ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഞാൻ ക്യാരറ്റൊക്കെ ലുലുന്നാണ് മേടിക്കുന്നതെന്ന്. ഇതെന്തോ കാണിക്കുക, അക്രമം അയച്ചുവിടുന്നു ഗൈസ്. മറ്റേ ഈ ട്രെൻഡിങ് ആയി വന്നത് കലോ. എനിക്ക് ഈ സാധനം കൈ പിടിക്കാൻ ഭയങ്കര ഒരു ഇതാണ്. 3 എണ്ണത്തിന് എത്ര രൂപ? 3 രൂപ ഗൈസ്. ഇരിക്കാൻ കൂടെ പറ്റത്തുള്ളൂ. എനിക്ക് പൈനാപ്പിൾ കൈ പിടിക്കാൻ എനിക്ക് ഭയങ്കര. ഇക്ക ഈ ക്യാമറ ഓൺ അല്ലായിരുന്നെങ്കിൽ ഇക്ക ചോദിക്കുമായിരുന്നു, കുടിക്കാൻ നിനക്കൊന്നും തോന്നാറില്ല. കിട്ടാണ് കുഴപ്പം തന്നെ കൊച്ചി. ഞങ്ങളാ നാട്ടിൽ കുർത്തിച്ചക്ക എന്ന് പറയും, നിങ്ങളൊക്കെ പറയൂ ചക്ക എന്ന് പറയും, കുർത്തി എന്ന് പറയും, കൈതച്ചക്ക അല്ലേ? കടച്ചക്ക ഇതാണ്. കടച്ചക്ക ഇതാണ്. അപ്പൊ ഇത് ഞങ്ങളുടെ അവിടെ കുർത്തിച്ചക്ക എന്ന് പറയും, ഇക്കയുടെ അവിടെ കടച്ചക്ക എന്ന് പറയും, വേറെ സ്ഥലത്ത് കുർത്തി എന്ന് മാത്രം പറയും. അല്ലാതെ പൈനാപ്പിൾ. അപ്പൊ 3 എണ്ണം കട്ട് ചെയ്യണോ? കത്തി മനസ്സിലായോ നിങ്ങൾക്ക്? കട്ട് ചെയ്യണോ?
അപ്പൊ പൈനാപ്പിൾ നമ്മൾ ജ്യൂസ് അടിച്ചിട്ട് തണ്ണിമത്തനല്ലാതെ കട്ട് ചെയ്യാം. അപ്പൊ നമുക്കിനിയിപ്പം നഗ്ഗറ്റ്സും കട്ട്ലറ്റ് വാഴക്കാപ്പവും പൊരിക്കാം. ഞാൻ വാഴക്കാപ്പത്തിന് മാവും സെറ്റാക്കി വെച്ച് പഴവും അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് എണ്ണ ഒഴിച്ച് വാഴക്കപ്പം പൊരിക്കാം. ഞാൻ ഈ ചട്ടിയിലല്ല സാധാരണ പൊരിക്കുന്നത്. ഇളവി വരുമോ എന്ന് എനിക്ക് ചെറിയൊരു ഡൗട്ട് ഇല്ലാതെ ഇല്ല. വന്നില്ലെങ്കിൽ പെടും ഗൈസ്. അപ്പം ഞാൻ നഗ്ഗറ്റ്സ് ആക്കിയിട്ടുണ്ട്, കട്ട്ലറ്റ് ആക്കിയിട്ടുണ്ട്, പഴംപൊരി ആക്കിയിട്ടുണ്ട്. ഇനി കുറച്ച് ഫ്രൂട്ട്സ് കട്ട് ചെയ്യാനുണ്ട്. തണ്ണിമത്തൻ ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. മുന്തിരിങ്ങായും മാങ്ങായും ഗ്രീൻ ആപ്പിളും എടുത്ത് വെള്ളത്തിയിട്ട് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ അതൊക്കെ കട്ട് ചെയ്തെടുക്കണം. അങ്ങനെ അസറായപ്പത്തിനൊക്കെ പള്ളിയിൽ പോയി നമസ്കാരവും കഴിഞ്ഞ് പള്ളിയിൽ നിന്ന് പള്ളിക്കഞ്ഞി മേടിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ ഈ ഒരു സമയമൊക്കെ ആയപ്പത്തിനും അവരെല്ലാം വന്നിട്ടുണ്ടായിരുന്നു. ആദ്യം ഞാൻ വിചാരിച്ച് കഞ്ഞി ഇപ്പോൾ ഒഴിച്ചു വെക്കാം. അപ്പം നല്ല ചൂടുണ്ടായിരുന്നു. അപ്പം എന്തായാലും ഒഴിച്ചു വെച്ചാൽ തണുത്ത് പോകുമല്ലോ. അപ്പോൾ ബാങ്ക് കേൾക്കുന്ന സമയം അടുപ്പിച്ച് കഞ്ഞി ഒഴിക്കാമെന്ന് വിചാരിച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ നോമ്പ് തുറക്കുന്ന സമയത്ത് ഫ്രൂട്ട്സ് തണ്ണിമത്തനും മാങ്ങായും മുന്തിരിയും കുറച്ച് പൈനാപ്പിളും ആപ്പിളും എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ കട്ട്ലറ്റ്, പഴംപൊരി, നഗ്ഗറ്റ്സ്, ഈത്തപ്പഴം, പള്ളിക്കഞ്ഞി, ജ്യൂസ്, ചായ, ഇത് ഇത്രയും നമ്മൾ നോമ്പ് തുറക്കുന്ന സമയത്ത് സെറ്റാക്കിയിട്ടുണ്ടായിരുന്നത്. പിന്നെ എന്തുവാണ്, അൽഹംദുലില്ലാ അടിപൊളി ഒരു ഇഫ്താറായിരുന്നു. കാര്യം സാധാരണ ഞങ്ങൾ രണ്ടുപേരും മാത്രമല്ലേ ഉണ്ടാവുന്നത്. അപ്പം എല്ലാവരും കൂടി, പിന്നെ മോനുണ്ടായിരുന്നു അപ്പൂസ്. അപ്പം മോക്കും അതൊരു രസമായിരുന്നു. യാസും അപ്പൂസും വമ്പൻ കളിയായിരുന്നു. അപ്പം അവർക്കും അതൊരു സന്തോഷം. അവർ അടിപൊളി ഇഫ്താറായിരുന്നു. പിന്നെ അവിടെ കൊണ്ട് വെച്ചിട്ട് ആദ്യം ജസ്റ്റ് ഈ ജ്യൂസ് അല്ലല്ലോ, ചായയും കഞ്ഞി ഒഴിച്ച് ബാക്കി എല്ലാ സാധനങ്ങളും കഴിക്കാനായിട്ട് നോമ്പ് തുറക്കുന്നതായിട്ട് അവിടെ കൊണ്ട് വെച്ചിട്ടുണ്ടായിരുന്നു. കാര്യം കഞ്ഞിക്കും ചായക്കും ചെറിയ ചൂടുണ്ടല്ലോ, അതുകൊണ്ട് അത് സമയത്തെടുക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നോമ്പെല്ലാം മുറിച്ച് കഴിഞ്ഞിട്ട് ഇവിടെ രണ്ടൊരു വമ്പൻ കളിയും ഒരാൾക്ക് ജോലിയും. പിന്നെ ഞങ്ങൾ രണ്ടൊരു കുറച്ച് കൊച്ചുവർത്താനങ്ങളൊക്കെ പറഞ്ഞ് അവിടെ ഇരിപ്പുണ്ടായിരുന്നു. യാസും ഈ കളിയുടെ കൂട്ടത്തിലുണ്ടായിരുന്നു. പിന്നെ ഇക്കാക്ക് ചെറിയ തലവേദനയാണ്ട് ഇക്ക അവിടെ ഇങ്ങനെ കളിയും കണ്ടൊക്കെ ഇരിപ്പുണ്ടായിരുന്നു. പിന്നെ അതെല്ലാം കഴിഞ്ഞ് സത്യം പറഞ്ഞ് ഞാൻ വീഡിയോ എടുക്കുന്ന കാര്യമേ മറന്നു പോയിട്ടുണ്ടായിരുന്നു. ഈ ജിജിയാണ് എന്നെ ഓർമ്മിപ്പിച്ചത് വീഡിയോ എടുക്കാനായിട്ട് തന്നെ. പിന്നെ അതെല്ലാം കഴിഞ്ഞ് ഫുഡായിട്ട് നെയ്ച്ചോറും ചിക്കൻ കറിയും ചിക്കൻ ഫ്രൈയും അച്ചാറും സാലഡും പപ്പടവും എല്ലാം ഉണ്ടായിരുന്നു. പിന്നെ ഒരട്ടി പുറത്തുനിന്ന് മേടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അതെല്ലാം കഴിഞ്ഞ് ഫുഡൊക്കെ കഴിച്ച് ഏകദേശം ഒരു 10 മണിയൊക്കെ ആയിട്ടാണ് ഇവർ ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. അടിപൊളി ഒരു ദിവസമായിരുന്നു. ഭയങ്കര ഓർമ്മയിൽ സൂക്ഷിക്കാൻ പറ്റിയ നല്ലൊരു ദിവസമായിരുന്നു. എല്ലാവരും കൂടിയൊക്കെ ആയിട്ടിരുന്ന് നോമ്പ് തുറക്കുന്നത് ഒരു പ്രത്യേക സന്തോഷമാണല്ലോ. അപ്പം അടിപൊളി ഒരു ദിവസമായിരുന്നു. മാഷാ അല്ലാ. അപ്പം സപ്പോർട്ട് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ആരും